ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫൈസൽ കാക്കയൊക്കെ ലീവിലാണ്. കാരണം സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ കടകളൊന്നും തുറക്കാൻ പാടില്ല, ഭയങ്കര കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഫൈസൽ കാക്കയാണ് കേട്ടോ ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ആയപ്പോൾ വലിയ മഴയൊന്നുമില്ല, ഒരു ചെറുതായിട്ടുള്ള ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പറയാൻ പറ്റൂല, കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം മഴയും കൂടിയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് നേരം വൈകിട്ടാട്ടോ ഒന്ന് എണീറ്റ് തന്നെ ഞാൻ, അല്ലെങ്കിൽ കാൽച്ചായൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫിസിൽക്കാക്ക കടയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ കടല ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ കാൽച്ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ തന്നെ ഞാനൊന്നും അങ്ങനെ കുടിക്കലില്ല, ഫൈസൽ കാക്ക കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഫൈസൽ കാക്കുള്ള ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനായിട്ട് ഞാൻ കുറച്ച് ചോറ് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ ഇത് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ചോറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും ചോറൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ പുട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയാണ്. അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. കാരണം ഞായറാഴ്ച മദ്രസ ഉണ്ട്, എന്നാലും അവളൊക്കെ ഒന്ന് എണീപ്പിക്കാനുണ്ട്. കാരണം മദ്രസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് നിസ്കരിച്ചതിന് ശേഷം ഒന്ന് കണ്ണ് മാളിയതാണ്. ഷോപ്പൊക്കെ ഒന്ന് ഫൈസൽ കാക്കൊക്കെ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പുട്ടിനുള്ള തേങ്ങയ്ക്ക് ചെന്തി കടലക്കറി ഞാനൊരു മസാല പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ കാപ്പി കടലൻ്റെ കറിയൊന്നും ഫൈസൽ കാക്കാക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. കഴിക്കുമോ എന്താ അറിയില്ലല്ലോ വിചാരിച്ച്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കൂലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വേറെ കറിയുണ്ട്, അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും അതുപോലെ തന്നെ കടലക്കറിയാണ്. അപ്പോൾ ദീമോക്ക് ഇഷ്ടം വന്നാൽ ഒന്നെങ്കിൽ പഴം അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കണം കേട്ടോ ഇഷ്ടം. അപ്പോൾ കുട്ടികളെ എണീപ്പിക്കാനൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ നല്ല ഉറക്കിലാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ എന്താ ഭക്ഷണം എന്ന് അറിഞ്ഞിട്ട് വേണം അത് തയ്യാറാക്കാനെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഫിസിൽക്കാക്കെ വിളിച്ചു തന്നെ ഞാൻ വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം, അതുവരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെയ്തോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഉള്ള ഓരോ തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ദീമോളം ഉണർത്താമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നല്ല ഉറക്കിലാണ്. ഇന്നലെ രാത്രി തന്നെ നേരം വൈകി കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പുസ്തകം ചീത്ത പറയും ചെയ്യും വേഗം തന്നെ ക്ലാസ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. വിസിൽക്കാക്ക വന്നതിന് ശേഷം പിന്നെ ഞാൻ ചായ ആയിട്ട് വിളിക്കട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം പിന്നെ ദീ എണീറ്റിട്ടോ. എണീറ്റതിന് ശേഷം പല്ലൊക്കെ തേച്ച് ഇനി അവൾക്ക് ക്ലാസ് വെക്കാനുണ്ട്, ചായ കുടിക്കാനുള്ള അങ്ങനെ ഓരോ തിരക്കാണ്. ഇന്നലെ ഞാൻ മടക്കി വെക്കാത്തതുകൊണ്ടേ ഒരുപാട് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാനും വേണ്ടി ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ മടക്കി വെക്കുകയാണ്. കാരണം മഴ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂലല്ലോ. അപ്പം ഇന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം മടക്കി വെക്കുകയാണ്. ഫൈസൽക്കാക്ക പുറത്തൊക്കെ പോയി മീനും സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ.
ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പരിപാടി തന്നെയല്ലേ. ഇസ്ലാക്ക മീൻകറി ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ്. മീൻകറി ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഉച്ചക്ക് പറഞ്ഞാണ്? മീൻകറി ചോറും സ്പെഷ്യൽ മീൻകറി. ഇസ്ലാക്കാൻ്റെ ഏറ്റെടുക്കുന്നു കേട്ടോ കിച്ചന്. ഇന്ന് ഞായറാഴ്ച ഫുൾ ലോക്ക്ഡൗൺ അല്ലേ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പം ഇന്നത്തെ കറി ചോറ് ഫുൾ റെസ്റ്റാണ്. പാത്രം കഴുകല് മാത്രം. അത് ഉള്ളി ഇതുപോലെ ആണ് കേട്ടോ, എല്ലാം ഫ്രൈ ആണ്. നല്ല മൂത്തിട്ടല്ല, നല്ല അങ്ങനെ ബ്രൗൺ കളർ മുരിഞ്ഞ് വരണം. കണ്ടോ? ഇത് നമ്മള് മസാലകൾ ഇടാം. മസാല എന്തൊക്കെയായിട്ട്? മസാല കാശ്മീർ മുളക് പൊടി, പെരിഞ്ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല. ഇത് നല്ലോണം വറുത്ത് കൊടുക്കുക. തക്കാളി ഇനി വറുത്തതിൻ്റെ ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലോണം വറക്കണം. പച്ചച്ചോയൊക്കെ പോകണം അല്ലേ? നല്ലോണം വറക്കണം. ഏകദേശം നല്ല വറവായിട്ടുണ്ട്. കണ്ടോ? നല്ല വറവായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നല്ല കറുത്ത കളറില് നമുക്ക് പച്ചമുളക് ഇപ്പോഴാക്കി എടുത്തു. പച്ചമുളക് ഇപ്പോഴാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. തക്കാളി ഒന്ന് വേവണം. തക്കാളി വേകുന്നത് വരെ നമുക്ക് മൂടിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശമായിട്ട് നമ്മൾ പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചുടുവെള്ളം അല്ലേ? ചുടുവെള്ളം ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ വേഗം വെച്ചതാണ്. നമ്മൾ ചോറാണ് ഉണ്ടാക്കുന്നത്. പച്ചരിച്ചോറില്ലേ? പച്ചരിച്ചോറെന്ന് വെച്ചാൽ നെയ്ച്ചോറിന്റെ അരി കൊണ്ട് വെള്ളച്ചോറ്. അപ്പൊ ഈ നെയ്ച്ചോറിന്റെ മാതിരി തന്നെ ഡബിൾ വെള്ളം വെക്കുക. ലേസം സൺഫ്ലവർ ഓയിൽ വെക്കാണ്ട്, പിന്നെ ഉപ്പൂലേ? വേറൊന്നും ചേർക്കൂലല്ലോ? പിന്നെ ഉപ്പ് ആടിന്റെ സൺഫ്ലവർ ഓയിലോടെ. അപ്പൊ ഉപ്പിട്ടല്ലേ? അതിലേക്ക് സൺഫ്ലവർ ഓയിലോ വേറൊന്നും ചേർക്കൂലല്ലോ? ഇതെന്താ നമ്മൾ അയിലാണ് ഇതിൻ്റെ വെറൈറ്റി മീൻകറി. ഒരു 5 മിനിറ്റ് ഉപയോഗിച്ചു. ഏകദേശം മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വറവിടല്ലേ? വറവിടാം. വെളിച്ചെണ്ണയിലാണല്ലേ? വെളിച്ചെണ്ണ പാകം വന്നത് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ? കടകിലാണ് എണ്ണയ്ക്ക് ചൂട എണ്ണയ്ക്ക് കടക്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. പച്ചരിച്ചോറിനുള്ള അരിയുടെയാണല്ലേ? ഇത് 2 വിസിൽ വന്നാൽ മതിയല്ലേ അല്ലേ? ഇളക്കി കൊടുക്കാൻ മൂടിയൊക്കെ അല്ലേ കുക്കറിന്റെ?
2 വിസിൽ വന്നാൽ മതി. ഓ 2 വിസിൽ വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? പപ്പടം പൊരിക്കുന്നുണ്ട് ഇവിടെ. പപ്പടം പൊരിക്കുക. പപ്പടം പൊരിച്ചണമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഇന്ന് എനിക്ക് റെസ്റ്റാണ്. ഫുള്ള് പാത്രം കഴിക്കലോ? പാത്രം കഴിക്കല, അതൊക്കെ പിന്നെ പറഞ്ഞല്ലേ. ചോറ്, മീൻകറി, പപ്പടം അത് മതിയെന്ന് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വിസിൽക്കാക്ക. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ കഴുകാൻ. കാരണം ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രമൊന്നും അങ്ങനെയുണ്ട് കുറേ പാത്രങ്ങളോ സ്പൂണുകളോ ഒന്നും നിരത്തലില്ല കേട്ടോ. വിസിൽക്കാക്ക 1-2 സ്പൂണൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് പാത്രങ്ങളൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളെ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകി പിന്നെ തലയൊക്കെ തോത്തി തുടച്ചൊക്കെ വൃത്തിയാക്കി അങ്ങനത്തെ ഓരോ പണിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നല്ല ഫിലിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ TV-യിൽ. അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ദീമോക്ക് ഒരുപാട് എഴുതാനുണ്ട്, അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 ശർക്കരയാണ് ഇട്ട് ഇനി നല്ലോണം ഉരുക്കിയെടുക്കണം. ഈ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലുണ്ടാവില്ല കല്ല് ഒക്കെ, അതൊക്കെ ഒന്ന് നല്ലോണം അരിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഓട്സാണ് ഇട്ടിട്ട്. അപ്പോൾ ഈ ഓട്സ് ഈ ശർക്കരയുടെ വെള്ളമല്ലേ അതിൽ കിടന്ന് നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത വെള്ളം കുറച്ച് കമ്മിയായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത്. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ ഇത് നല്ലതുപോലെ വേവിച്ചു. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, നട്ട്സ്, മുന്തിരി ഒക്കെ ഇട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നല്ല നെയ്യ് ഉണ്ടല്ലോ 6 kg നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഓട്സ് വേവണം കേട്ടോ, അല്ലെങ്കിൽ നല്ലോണം കടിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഓട്സ് വെന്തതിന് ശേഷമേ തേങ്ങ ഇടാവൂ. ഇനി വെന്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ റൗണ്ടാക്കി കയ്യിൻ്റെ ഉള്ളിനടിയിൽ നല്ലോണം റോള് പിടിപ്പിക്കുന്ന പോലെ നല്ല റൗണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യുന്ന കേട്ടോ നല്ലത്. കാരണം ശർക്കരയും ഈ ഓട്സൊക്കെ ഒന്ന് റൗണ്ടായി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറിന് അത് വിചാരിച്ച് തിളച്ച ഇതിലോട്ടല്ല ഞാൻ പറയുന്നത്. ചൂടാറിയതിന് ശേഷം ആവുമ്പോൾ പിന്നെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അധികം ചൂടില്ലാതെ ഇതുപോലെ ചെറിയ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല നട്ട്സുകളും ഇടുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ലതൊന്ന് പോലെ ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചൂടോടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ലൊരു എന്താ പറയുക നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഓട്സൊക്കെ ഈ ശർക്കരയിൽ നല്ലോണം വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ തേങ്ങ ഇട്ടത്. അപ്പോൾ ഓട്സ് ആണെന്ന് തന്നെ തോന്നൂല, എന്തോ ഒരു നല്ലൊരു സ്നാക്സ് പോലെ കേട്ടോ അത് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ച് ടൈം ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എടുത്തത്. പിന്നീട് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദിതു നല്ല ഉറക്കിലാണ്, കാരണം പുറത്ത് നല്ല മഴയും ഒക്കെ ഉണ്ടായപ്പോൾ നല്ല ഉറക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫിസിൽക്കാക്കും ദീമോളും ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് സിറ്റൗട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന കേട്ടോ ചായ കുടിക്കണത്. കാരണം നല്ല പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് ചൂടോടുക്ക് ചായ കുടിക്കാൻ, ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിരുന്ന് ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിരട്ട എന്തിനാന്നൊക്കെ വിചാരിക്കും. ഈ ചിരട്ട നല്ലോണം ഇതിൻ്റെ ആ നാരും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ഒരു പേപ്പർ കൊണ്ട് നല്ലോണം ഉരച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതിന് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗാർഡൻ സെറ്റിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഞാനൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആവുമോയെന്ന് അറിയില്ല. വൈകുന്നേരമായാൽ എനിക്കുള്ള പണിയാണ് കേട്ടോ. ചെടി നടുക, അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഓരോ തിരക്കാണ്. അപ്പോൾ എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഇടാവാൻ നേരത്ത് പിന്നെ ഇത് വണ്ടിയൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മൂടി കെട്ടിട്ടുള്ള മഴയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഉഷാറ് കൊടുക്കുക നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. അപ്പം നല്ല മഴയുള്ള ആ ഒരു കാലാവസ്ഥയും കൂടിയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.